ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. കൗതുക ലേശം കൂടുതലാണ്. Oh God! You again? Yes, me again. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി. നല്ല നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഹൈടെക് സിറ്റിയിലൂടെ യാത്ര തുടരുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡെൻ്റൽ എക്സിബിഷൻ ആയിട്ടുള്ള എക്സ്പോഡൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എക്സ്പോഡൻറ്റിൻ്റെ കവാടത്തിൽ എത്തിച്ചേർന്നു. ഓൾറെഡി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത കാരണം ഞങ്ങൾക്ക് ഐഡൻറ്റി കാർഡ് കിട്ടാനത്തെ ഡിലേ ഒന്നും വന്നില്ല. എന്നിട്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് റിഫ്രഷ്ഡ് ആയിട്ട് ഡെൻ്റൽ എക്സ്പോ കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വലിയൊരു പവലിയനൊക്കെ ആയിട്ട് ഒരു 2 ഹാൾസ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ എക്സ്പോ നടക്കുന്നത്. ഹാൾ നമ്പർ 1 and 3 ഡെൻ്റൽ എക്സ്പോ. പിന്നെ ഹാൾ നമ്പർ 2ലും 4ലൊക്കെ ഫർണിച്ചർ അങ്ങനെ പല പല എക്സ്പോസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡെൻ്റൽ എക്സ്പോ മതി. ഓക്കെ, അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് അകത്തുള്ള കാഴ്ചകളിലേക്ക് കടക്കാം. ഇത് എൻ്റെ ഐഡൻറ്റി കാർഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്ത ന്യൂ ഇന്നോവേഷൻസ് ആൻഡ് ഇൻവെൻഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഡെൻ്റൽ ചെയർസ് ആയിക്കോട്ടെ, എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അതിനിടയിൽ വിശന്നു. അപ്പോൾ ഞങ്ങൾ ഞം തിന്നാൻ പോയി. അത് ഞങ്ങൾ വീണ്ടും ഞമ്മിന് ശേഷം ചെന്നു. അപ്പോൾ ഒരുപാട് കമ്പനീസ് ലൈക്ക് വുഡ് പെക്കർ, വോൾഡൻ വോടെക്, അങ്ങനെ പല പല കമ്പനീസിൻ്റെ ഓരോ ഇവരുടെയൊക്കെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ക്യൂട്ട്സി ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ പെൻസും കീ ചെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇതെൻ്റെ ഫ്രണ്ട് മെറിൻ ഡെൻ്റൽ ലൂപ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കണ്ണാടി പോലത്തെ സംഭവമാണ്. ഇത് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കോസ്മോഫ്രിൽ കണ്ണാടിയൊന്നുമല്ല. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഒരുപാട് നടന്നു. എന്തായാലും ആ ക്ഷീണമൊന്നും ഞങ്ങളുടെ മുഖത്തില്ലല്ലോ അല്ലേ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഡെൻ്റൽ എക്സ്പോ ഞാൻ കണ്ടു. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ആൻഡ് ദി ബിഗ്ഗസ്റ്റ് ഡെൻ്റൽ എക്സിബിഷൻ ഇൻ ഇന്ത്യ എക്സ്പോഡൻറ്റ് ഹൈദരാബാദിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ കാറിൽ പോകുന്നു. ഈ കാറിൽ പോകുന്നത് വേറൊരു സന്തോഷമാണ്. ഇതിന് ശേഷം ഞങ്ങൾ പോയത് മറ്റൊരു അടിപൊളി സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ കഥ. ബൈ ദ ബൈ.